അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ വീട്ടിലെ മന്തിയാണ്. അപ്പോൾ ഇതാ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതാ അവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പൊരിച്ചതുണ്ട്. അപ്പം ഇത് നമ്മൾ കുറേ നേരം മസാല ഒക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുള്ള റൈസ് ഇതാ അവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതാ കുരുമുളക്, അവസാനത്തെ ഇൻഗ്രീഡിയൻസ് കുരുമുളക് ഇതാ ഇങ്ങനെ ചെറുപറ ഇടുന്നുണ്ട്. ഒരു 60% റൈസ് ഇവിടെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരും. ലാസ്റ്റ് ഗെട്ടായം കൊണ്ട് എല്ലാവർക്കും അറിയാലോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വന്നിട്ട് നന്നായി ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്നും കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ കുറച്ച് പീസുകളൊക്കെ നമ്മളിത് മന്തിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല തിളകൾ വന്നിട്ടുണ്ട്. നന്നായിട്ട് ജസ്റ്റ് അടിയിപ്പിരിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവർ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സലാഡുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ സൈഡ് ഡിഷസ് ആയിട്ടുള്ള സലാഡാണിത്. പൈനാപ്പിളും കുക്കുംബറും മാത്രം ഇട്ടിട്ടുള്ള ഒരു സലാഡാണ്. അതുപോലെ നമ്മുടെ ലാസ്റ്റ് ഇതാ ചിക്കൻ ഇവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചിക്കനും ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ മന്തി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്മോക്കൊക്കെ വെച്ചിട്ടുള്ള മന്തി ഇതാ തുറന്നപ്പോൾ നല്ല ആ സ്മോക്കിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ചിക്കനായി വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ നന്നായിട്ട്. ഇനി നമുക്കിതാ ഇതൊക്കെ പിടിച്ചതിന് ചിക്കൻ നമുക്ക് മാറ്റി വെക്കണം. ചിക്കനൊക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി വെക്കണം. അപ്പം മസാലകളൊക്കെ നമ്മളൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് റൈസ് ഒന്നായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി വെച്ചിട്ടുണ്ട്. റൈസ് അധികം പൊടിഞ്ഞു പോകാത്ത രീതിയിലാണ് ഇളക്കി കൂട്ടുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മന്തി എന്ന് പറഞ്ഞാൽ അടിപൊളി മന്തിയായിരുന്നു. അപ്പം വീട്ടിൽ എല്ലാവരും മന്തി വെക്കുന്നതായിരിക്കും, ഇത് ഇങ്ങനെ ഒന്ന് വെക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ വേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതാ പ്ലേറ്റിലേക്ക് റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ എല്ലാ സൈഡ് ഡിഷസും ഇടുന്നുണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇതാ ചെറുപറ വെക്കുന്നുണ്ട്. ഒത്തിരി റൈസും കുറേ ചിക്കനാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല. നമ്മുടെ വീട്ടിൽ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ, പുറത്തെവിടെ നമുക്ക് ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതാ നമ്മുടെ സൈഡ് ഡിഷസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് ഒരു പിടിച്ച് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിഷായിട്ടുള്ള പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ എല്ലുകളൊക്കെ കൂട്ടി നമ്മളിതാ ഒരു പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു എന്തായാലും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാ ഡിഷിനും അടിപൊളിയായെന്ന് പറഞ്ഞാലും എല്ലാവരും നോർമലി അങ്ങനെ പറയുമല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.